അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ആയത്താണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഇതിലെ പദങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഇവിടെ നോക്കുക. ഇന്നാ ഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുത്തു എന്നാണ്. അസ്സബീൽ, മാർഗം. ഇമ്മാ ഷാക്കിറൻ, ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട്, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ഇന്നാ ഹദൈനാഹു എന്ന് പറഞ്ഞു അല്ലെ, നാം അവന് വഴി കാണിച്ചു കൊടുത്തു. അപ്പോ ഹുദ എന്ന് പറയുന്ന മാർഗദർശനം, അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല 3 തരം മാർഗദർശനങ്ങൾ നൽകി അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഒരു മാർഗദർശനം എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു നൽകിയിട്ടുള്ള മാർഗദർശനമാണ്. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് അഅലയിൽ അതിൻ്റെ തുടക്കത്തിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിൻ്റേതായ പ്രകൃതം, ശരിയായ രൂപം നൽകി. എന്നിട്ട് പറഞ്ഞു വല്ലദീ ഖദ്ദറ ഫഹദ, അതിനൊരു ഹുദ നൽകിയിട്ടുണ്ട്, മാർഗദർശനം നൽകിയിട്ടുണ്ട്. അപ്പം എല്ലാ വസ്തുക്കളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഓരോ വസ്തുവിനും അള്ളാഹു അതിൻ്റേതായ രൂപവും ഭാവവും നൽകി ഒരു ഹുദ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷികൾ ഇപ്പോൾ വ്യത്യസ്ത ഇനം പക്ഷികളുണ്ട്. ഈ വ്യത്യസ്ത ഇനം പക്ഷികളൊക്കെ വിവിധ രൂപത്തിലാണ് കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ജീവിത ആവാസ വ്യവസ്ഥകളൊക്കെ വിവിധ രൂപത്തിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നതിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മാർഗദർശനമുണ്ട്, ഹുദ ഉണ്ട്. ആ ഹുദ അനുസരിച്ച് അതങ്ങനെ ജീവിച്ച് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുണ്ടാക്കുന്നു, കാക്ക കൂടുണ്ടാക്കുന്നത് പോലെയല്ല മറ്റു പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. മാത്രമല്ല, കാക്ക എന്ന് കൂടുണ്ടാക്കൽ തുടങ്ങി അന്നൊക്കെ ഒരേ കോലത്തിലുള്ള രൂപമാണ് ഉള്ളത്. അപ്പോൾ അതെന്താണ്, അതിന് അള്ളാഹ് നൽകിയിട്ടുള്ള ഒരു ഹുദ ഉണ്ട്. ആ ഹുദ അനുസരിച്ചാണ് അത് നടന്നു പോരുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹുദ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നും നമ്മളുടെ ഇടപെടലില്ല, അതിങ്ങനെ അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു നൽകിയിട്ടൊരു ഹുദ മാർഗദർശനം അനുസരിച്ച് അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും നൽകിയിട്ടുള്ള ഹുദ അത് മനുഷ്യനും നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വലഖദ് കറംനാ ബനി ആദം എന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവജാലങ്ങളെ പോലല്ല മനുഷ്യനുള്ളത് അല്ലേ. നമ്മുടെ വീട് പണ്ട് ആദ്യമ മനുഷ്യർ താമസിച്ചതുപോലെ ഭക്ഷിച്ചതുപോലെയാണോ ഇന്ന് അവർ താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ സഞ്ചരിക്കുന്നതൊക്കെ? അല്ല. ഓരോ വർഷവും മാറി 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 നമ്മൾ തന്നെ ഒരു 10 വർഷം മുമ്പുള്ളതല്ല ഇപ്പോഴുള്ള അവസ്ഥ. അപ്പോൾ അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതര ജീവജാലങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്ത മറ്റൊരു ഹുദ, മാർഗദർശനം മനുഷ്യർ എന്നുള്ള നിലക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതെന്തുകൊണ്ട് നൽകി? ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു, വിശേഷമായ ബുദ്ധി നൽകി. ഇതൊക്കെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. വഹദൈനാഹു നജ്ദൈൻ ഐ ബയ്യന്നാ ലഹു ത്വരീഖൽ ഖൈർ വ ത്വരീഖ ശർ. അപ്പോൾ നന്മ, ഇന്നത് ഒക്കെ നന്മയാണ്, ഇന്നതൊക്കെ തിന്മയാണ്. അത് മനുഷ്യന് ജന്മന നൽകിയിട്ടുണ്ട് അല്ലെ. ജന്മന അവന് ഒരു ധർമാധർമ്മ ബോധം അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അത് മനുഷ്യർക്കുള്ളത്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് അതില്ല.
എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഈ ലോകത്ത് മാത്രം പരിമിതമാണ് എങ്കിൽ അവന് ഈ പറഞ്ഞ 2 ഹുദ മതി, അവന് സുഖസുന്ദരമായി ജീവിക്കാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മാത്രം പരിമിതമല്ല അവരുടെ ജീവിതം, മരണശേഷം മറ്റൊരു ജീവിതം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വിജയം വരിക്കാൻ മനുഷ്യന് ഈ നൽകിയിട്ടുള്ള 2 ഹുദകൾ കൊണ്ട് മാത്രം കഴിയില്ല. മറിച്ച് അതിന് പ്രത്യേകമായ ദൈവികമായ മറ്റൊരു മാർഗദർശനം കൂടെ ദൂതന്മാരെ പറഞ്ഞയച്ചും അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിലൂടെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആദം നബിയെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശത്തിൽ ഖുർആൻ അത് സൂചിപ്പിക്കുന്നു. ഖുൽ നഹ്ബിതു മിൻഹാ ജമിഅ, ആദമിനോടും ഇബ്ലീസിനോടും ഹവ്വയോടൊക്കെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുക, ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക. അങ്ങനെ ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഹുദ വരും. അപ്പോൾ മനുഷ്യർ എന്നുള്ള നിലക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള ഹുദ, അല്ലെങ്കിൽ ജീവജാലങ്ങൾ എന്നുള്ള നിലക്ക് പ്രത്യേകമായിട്ട് നൽകിയിട്ടുള്ള അതൊക്കെ ഉണ്ട്, നിലവിലുണ്ട്. എന്നാൽ അതിന് പുറമെ മറ്റൊരു ഹുദ വരും, മാർഗദർശനം വരും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ ഹുദ നിങ്ങൾ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കാനോ പ്രയാസപ്പെടാനോ ഇല്ല, നിങ്ങൾക്ക് ഈ സ്വർഗീയ സുഖങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ ആയത്തിൽ സൂചിപ്പിക്കുന്നു, ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. ഇവിടെ നമ്മൾ ഓതുമ്പോൾ ഇന്ന് മണിച്ചുകൊണ്ട് ഓതണം, ഇമ്മ അവിടെയും മണിക്കണം, ഷാക്കിറൻ വ ഇമ്മ ആ 2 സ്ഥലം, അപ്പൊ 4 സ്ഥലങ്ങളിൽ ഭംഗിയായി മണിച്ച് ഓതിയിട്ട് ഈ ആയത്ത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങനെ കാണാതെ പഠിക്കാം. ഒരായത്തേ ഉള്ളൂ കാണാതെ പഠിക്കാൻ എളുപ്പമാണ്. إنا هديناه السبيل إما شاكرا وإما كفورا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا